ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഒരു പ്രോഡക്റ്റിന് റിവ്യൂ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിന് മുന്നേ ഞാനൊരു 2 മാസം മുന്നേ ആണെന്ന് തോന്നുന്നു ഒരു പ്രോഡക്റ്റ് വാങ്ങിയിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഒരു ലിപ് ബാമും ഒരു ഫേസ് വാഷുമാണ് ഞാനന്ന് വാങ്ങിച്ചത്. ഒരുപാട് വട്ടം ഞാൻ ഫേസ് വാഷിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിപ് ബാം ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് കേട്ടോ. എൻ്റെ ഈ ലിപ്പ് വന്നിട്ട് ഡ്രൈ ലിപ്പാണ്. അതുപോലെ തന്നെ ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കോളേജിലൊക്കെ പോകുന്നതുകൊണ്ട് ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ലിപ്പ് നല്ല പിഗ്മെൻറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടി ഞാനൊരു ലിപ് ബാം വാങ്ങിയതാണ്. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ ഒരു ബ്രാൻഡ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഇത് ഈ ഒരു ലിപ് ബാമാണ് ആണോ എന്നറിയില്ല കേട്ടോ. ഇതാണ് ലിപ് ബാം. ഇത് ഞാൻ സൈഡിൽ എന്തായാലും ഇതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുക. എല്ലാവർക്കും മിക്കവർക്കും ഈ ഒരു ബ്രാൻഡ് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പിഗ്മെൻറ്റേഷൻ മാറിയോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഏകദേശം ഒരു 2-3 മാസം ഇത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഒരു 2 ആഴ്ചയോളം ഞാൻ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ലിപ്പിലുണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ഇത് നമ്മുടെ ലിപ്പിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത് ഡ്രൈ ലിപ്പും കൂടെ ആയതുകൊണ്ട് എപ്പോഴും മോയ്സ്ചർ ആയിട്ട് ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പം അത് ഇത് മോയ്സ്ചർ ആയിട്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് ലിപ്പ്. അതുപോലെ തന്നെ ഇതിൽ SPF 30+ ആണ് അടങ്ങിയിരിക്കുന്നത്. കൂടുതലും നമുക്ക് മോർണിംഗിലാണ് ഇത് യൂസ് ചെയ്യുന്നത് നല്ലത്. ഞാൻ നൈറ്റും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, മോർണിംഗിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ. ബ്രൈറ്റനിങ് ടിൻറ്റഡ് ലിപ് ബാമാണ്. ബ്രോഡ് സ്പെക്ട്രം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1% വിറ്റമിൻ സിയും 0.1% റിസോർപ്പിനോൾ എന്ന് പറയുന്ന ഒരു ഇതും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ. ഞാൻ അന്ന് വീഡിയോ ചെയ്ത സമയത്ത് ഇതിനകത്തുള്ള അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ആ ഒരു അൺബോക്സിങ് വീഡിയോ ഒന്ന് കാണുക കേട്ടോ. ഞാൻ ഏതായാലും ഒന്ന് സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം ആ ഒരു വീഡിയോ ഏതാണെന്നുള്ളത്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനപ്പം രാവിലെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകാൻ നേരത്തായിരിക്കും, വെളിയിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്താണ് ഞാനിത് കൂടുതലും ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ SPF 30 ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തത്. ആ ടൈമിൽ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലിപ്പിൻ്റെ ആ ഒരു ഇത് തൊലി ഇളകിയിട്ട് എനിക്ക് തോന്നുന്നു പുതിയ അത് നമ്മുടെ ആ ഒരു കറുപ്പ് മാറിയിട്ട് പുതിയ രീതിയിലേക്ക് പുതിയ ആ ഒരു ലിപ്പിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു കറുപ്പെല്ലാം ചെറുതായിട്ട് പോയിട്ട് നമ്മുടെ ലിപ്പ് പഴയ രീതിയിലേക്ക് തന്നെ ആക്കാനുള്ള ഒരു ചെറിയൊരു ശ്രമം ഈ ഒരു ലിപ് ബാം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അധികമൊന്നും യൂസ് ചെയ്തിട്ടില്ല എങ്കിലും ആ ഒരു 2 ആഴ്ച യൂസ് ചെയ്തുള്ള ഒരു ഇത് വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇത് കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്കാണ്, ഡ്രൈ ലിപ്പ് ഉള്ളവർക്കായിരിക്കും കൂടുതൽ സ്യൂട്ട് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് അധികമൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിത് മേടിച്ചത് എങ്ങാണ്ട് 300-200 സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എന്തായാലും റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ലിപ്സ്റ്റിക്ക് അല്ല, ലിപ് ബാം ഇത്രയാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ മണം നല്ലൊരു മണമാണ് കേട്ടോ. സൂപ്പർ ഒരു മണമാണ്. ഇത് ടിൻറ്റഡാന്ന് പറഞ്ഞല്ലോ, ഒരു പർപ്പിൾ കളർ എന്നൊക്കെ പറയാം, ആ ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളറാണ് ഇതിന് വരുന്നത്. അപ്പം ഞാനിപ്പം അപ്ലൈ ചെയ്തിരിക്കുന്നതും ഈ ഒരു ലിപ് ബാം തന്നെയാണ് കേട്ടോ. ടിൻറ്റഡ് ലിപ് ബാം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ടിൻറ്റഡിനെക്കാട്ടിലും നമുക്ക് ഒരു പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് കൂടുതലും ടിൻറ്റഡ് അല്ലാത്ത ലിപ് ബാം ആയിരിക്കും നല്ലത് കേട്ടോ. അപ്പം
എനിക്ക് തോന്നുന്നു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ആ ഒരു നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു കറുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് പഴയ രീതിയിലേക്ക് ആക്കാനുള്ള ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ അന്ന് ഈ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് ഒക്കെ ഒന്ന് നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. കാരണം എന്തെങ്കിലും പുകച്ചിലോ അങ്ങനെ ചുണ്ടിലെന്തെങ്കിലും അപ്ലൈ ചെയ്ത സമയത്ത് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പുകച്ചിലോ കാര്യങ്ങളോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു ലിപ് ബാം മേടിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് ആഡ്സ് വന്നു. എന്താ നമ്മുടെ വിഷ് കെയറിൻ്റെ ഒരു ലിപ് ബാം. അത് നല്ല എന്താ പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ല ഒരു ലിപ് ബാം ആണെന്നാണ് ഇതിനകത്ത് കണ്ടത്. പക്ഷെ അതിനു മുന്നേ ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു ആഡ് മാത്രമേ എനിക്ക് വരുന്നുള്ളായിരുന്നു. ഇത് മേടിച്ചതിന് ശേഷം വീണ്ടും എനിക്ക് വിഷ് കെയറിൻ്റെ ലിപ് ബാം വരാൻ തുടങ്ങി കേട്ടോ. ഒരു 100% പിഗ്മെന്റേഷൻ മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എനിക്ക് കുറച്ചൊക്കെ നമ്മുടെ പിഗ്മെന്റേഷൻ മാറാൻ ഇത് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ജെനറ്റിക് ആയിട്ട് ഉള്ളവരാണെങ്കില് അത് മാറാൻ സാധ്യത കുറവാണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ലിപ്പ് പിഗ്മെന്റഡ് ആയിട്ടുള്ളവർക്കായിരിക്കാം ഇത് കൂടുതലും വർക്ക് ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയ ഏതെങ്കിലും തരം വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ്. ടാറ്റാ.